പ്രിയപ്പെട്ട കുട്ടികളെ, +2 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ +1 കെമിസ്ട്രിയിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചും ഗേഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കിയവരാണ്. അപ്പോൾ ഈ കൊല്ലം ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് കാണുക സോളിഡ് സ്റ്റേറ്റാണ്. സോളിഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കുന്നതാണ്. സോളിഡിൻ്റെ പ്രത്യേകതകൾ, സോളിഡിൻ്റെ പ്രത്യേക ഷേപ്പും മാസും വോളിയവും ഉണ്ട്. അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ആണ്. പാർട്ടിക്കിൾസ് എല്ലാം അടുത്തടുത്തായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് വളരെ കുറവാണ്, ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സസ് വളരെ കൂടുതലാണ്. സോളിഡ്സ് പ്രാക്ടിക്കലി ഇൻകംപ്രസിബിൾ ആണ്. എത്ര പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അതിൻ്റെ വോളിയം റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻകംപ്രസിബിൾ ആണ്. റിജിഡിറ്റി വളരെ കൂടുതലാണ്. ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. ഇതൊക്കെയാണ് പൊതുവായി സോളിഡ്സിൻ്റെ പ്രത്യേകതകൾ. സോളിഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ക്രിസ്റ്റലൈസ് സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ്. ഈ ക്ലാസിഫിക്കേഷൻ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഇൻ ക്രിസ്റ്റലൈസ് സോളിഡ്സ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എ പെർഫെക്റ്റ്ലി ഓർഡേർഡ് വേ. പാർട്ടിക്കിൾസ് എല്ലാം പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആണ് എങ്കിൽ അത് ക്രിസ്റ്റലൈസ് സോളിഡ് ആയിരിക്കും. പെർഫെക്റ്റ്ലി ഓർഡേർഡ് അല്ല എങ്കിൽ അത് അമോർഫസ് സോളിഡ്സ് ആയിരിക്കും. അപ്പം സോളിഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രിസ്റ്റലൈസ് സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈസ് സോളിഡ്സ് പാർട്ടിക്കിൾസ് എല്ലാം വെൽ ഓർഡേർഡ് ആണ്. അത്രത്തോളം ഒരു വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് അമോർഫസ് സോളിഡിനകത്ത് ഇല്ല. ബട്ട് മോർ ഓർഡേർഡ് ദാൻ ലിക്വിഡ് സ്റ്റേറ്റ്സ്. ലിക്വിഡിനേക്കാൾ മോർ ഓർഡേർഡ് ആണ് അമോർഫസ് സോളിഡ്സ്. പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ക്രിസ്റ്റലൈസ് സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് എല്ലാം ആ ഓരോ സ്പിയറും പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് എല്ലാം പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആണ്. എന്നാൽ അമോർഫസ് സോളിഡ്സിനകത്ത് ഇറഗുലാരിറ്റീസ് ഉണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇറഗുലർ ആണ്. പാർട്ടിക്കിൾസ് എല്ലാം പെർഫെക്റ്റ്ലി ഓർഡേർഡ് അല്ല. അങ്ങനെ സോളിഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ക്രിസ്റ്റലൈൻ എന്നും അമോർഫസ് എന്നും. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഐസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവയെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഉദാഹരണമാണ്. അമോർഫസ് സോളിഡ്സിന് ഉദാഹരണങ്ങളാണ് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് എന്നിവയെല്ലാം. സോഡിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പായിരിക്കും. സോഡിയം ക്ലോറൈഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പാണ്. സോഡിയം ക്ലോറൈഡ് മെൽറ്റ് ചെയ്യണമെങ്കിൽ 801 ഡിഗ്രി സെൽഷ്യസ് ആണ്. 801 ഡിഗ്രി സെൽഷ്യസ് ഇല്ലാതെ സോഡിയം ക്ലോറൈഡ് മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം പെർഫെക്റ്റ്ലി ഓർഡേർഡ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ സോഡിയം ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ക്രിസ്റ്റലൈസ് സോളിഡ്സിൻ്റെ എല്ലാം മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പായിരിക്കും. സോഡിയം ക്ലോറൈഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് 801 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 801 ഡിഗ്രി സെൽഷ്യസ് ആവാതെ സോഡിയം ക്ലോറൈഡിനെ മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അമോർഫസ് സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ഇപ്പോൾ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കപ്പ് ഒരു വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ, ചൂടിന് അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, വെയിലടിക്കുമ്പോൾ തൊട്ടേ, ചൂടടിക്കുമ്പോൾ തൊട്ടേ അത് പതിയെ സോഫ്റ്റ് ആകുന്നു. അത് മെൽറ്റ് ചെയ്യുന്നതാണ്, പതിയെ സോഫ്റ്റ് ആകും. അപ്പം അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പല്ല. ഷാർപ്പായിരുന്നെങ്കിൽ ചെറിയ ചൂടടിക്കുമ്പോൾ അത് മെൽറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്, റബ്ബർ, ഗ്ലാസ് പോലെയുള്ള സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പല്ല എന്നുള്ളതാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഒരു ലോങ് റേഞ്ച് ഓർഡർ ഉണ്ട്. ആ പിക്ചറിൽ കാണാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ കഴിയുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ഓർഡേർഡ് അറേഞ്ച്മെന്റിന് മാറ്റം വരുന്നില്ല. എന്നാൽ അമോർഫസ് സോളിഡ്സിനകത്താണെങ്കിൽ ഒരു ഷോർട്ട് റേഞ്ച് ഓർഡറേ ഉള്ളൂ. ടോട്ടലി ഇറഗുലർ അല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഓർഡേർഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അമോർഫസ് സോളിഡ്സിനെ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിട്ട് കണക്കാക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ്സ് possess a long range order, but amorphous solids possess a short range order. നമ്മൾ ആക്ച്വൽ ട്രൂ സോളിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അമോർഫസ് സോളിഡ്സ് ആർ സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. ലിക്വിഡിന്റെ പ്രത്യേകത നമുക്കറിയാം, ലിക്വിഡിന് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അമോർഫസ് സോളിഡ്സ് ഓൾസോ പൊസസ് എ ടെൻഡൻസി ടു ഫ്ലോ ചെയ്യാനുള്ള, ഒഴുകാനുള്ള ടെൻഡൻസി ലിക്വിഡിനെ പോലെ അമോർഫസ് സോളിഡ്സിന് ഉള്ളത് കൊണ്ടാണ് അമോർഫസ് സോളിഡ്സിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡായിട്ട് കണക്കാക്കുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അമോർഫസ് സോളിഡ്സിന് ഒരു ഇറഗുലർ ഷേപ്പാണ് ഉണ്ടാവും. ഇറഗുലർ ഷേപ്പ്. ഇപ്പോൾ ഡെഫിനിറ്റ് ഷേപ്പ് ക്രിസ്റ്റലൈൻ സോളിഡിനുണ്ട്, അമോർഫസ് സോളിഡ്സിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മളൊരു ഷാർപ്പ് ടൂൾ ഉപയോഗിച്ച്, ഷാർപ്പ് എഡ്ജ് ടൂൾ ഉപയോഗിച്ച്, നല്ലൊരു മൂർച്ചയുള്ള നൈഫ് ഉപയോഗിച്ച്, കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
we get two pieces and the newly generated surfaces are plain and smooth. നമുക്ക് രണ്ട് പീസ് കിട്ടും. ആ കട്ട് ചെയ്യുന്ന ഭാഗം പുതുതായിട്ടുണ്ടാകുന്ന സർഫസ് പ്ലെയിനും സ്മൂത്തും ആയിരിക്കും. നമുക്കത് പിക്ചറിൽ നിന്ന് കാണാം. പുതുതായിട്ടുണ്ടാകുന്ന ആ ഭാഗം പ്ലെയിനും സ്മൂത്തും ആയിരിക്കും. എന്നാൽ അമോർഫസ് സോളിഡ്സിനെ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് പോലെയുള്ള അമോർഫസ് സോളിഡ്സിനെ നമ്മളൊരു നല്ല മൂർച്ചയുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്യുന്ന ഭാഗം ഇറഗുലർ ആയിരിക്കും. ദേ ഡു നോട്ട് അണ്ടർഗോ എ ക്ലീൻ ക്ലീവേജ്. ഒരു ക്ലീൻ ക്ലീവേജ് അമോർഫസ് സോളിഡ്സിനകത്ത് ഇല്ല എന്ന് പറയാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഒരു ക്ലീൻ ക്ലീവേജ് ഉണ്ട്, അമോർഫസ് സോളിഡ്സിനകത്ത് ഒരു ക്ലീൻ ക്ലീവേജ് ഇല്ല. Crystalline solids are anisotropic in nature. Anisotropic. Isotropic അല്ല. എന്താണ് ഐസോട്രോപിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക? ഐസോട്രോപിക് എന്ന് ഉദ്ദേശിക്കുക ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പല ഡയറക്ഷനിലും പലതായിരിക്കും. നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ കാണാം. ഇപ്പം ഈ പിക്ചറിനകത്ത് ബ്ലാക്ക് ബോൾസും സർക്കിൾസും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ എ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം ബ്ലാക്ക് ബോൾസ് ആണ്. എന്നാൽ സി ഡി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസ് ഒന്നരവട്ട ഡാർക്ക് വൈറ്റ് ബോൾസ് ആണ്. അപ്പോൾ ഓരോ ഡയറക്ഷൻ പെർഫെക്റ്റ്ലി ഓർഡേഡ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് പെർഫെക്റ്റ്ലി ഓർഡേഡ് ആണ്. എന്നാൽ ഓരോ ഡയറക്ഷനിലും മീറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൽ വ്യത്യാസമുണ്ട്. പെർഫെക്റ്റ്ലി ഓർഡേഡ് ആണെങ്കിലും ഓരോ ഡയറക്ഷനിലും കാണുന്ന പാർട്ടിക്കിൾസിൻ്റെ നേച്ചറിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെയുള്ള പ്രോപ്പർട്ടീസ് പല ഡയറക്ഷനിലും പലതായിരിക്കും. ഇപ്പം എ ബി എന്ന് പറയുന്ന ഡയറക്ഷനിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കുകയില്ല സി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എ ബി എന്ന് പറയുന്ന ഡയറക്ഷനിലെ ഹാർഡ്നെസ് ആയിരിക്കുകയില്ല സി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിലെ ഹാർഡ്നെസ്. എ ബി എന്ന് പറയുന്ന ഡയറക്ഷനിലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ല സി ഡി എന്ന് പറയുന്ന ഡയറക്ഷനിൽ. അതിന് പറയുന്ന വാക്കാണ് അൻഐസോട്രോപിക്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അൻഐസോട്രോപിക് ഇൻ നേച്ചർ, whereas amorphous solids are isotropic. അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ആണ്. കാരണം എല്ലാ ഡയറക്ഷനിലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരേപോലെ ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഹാർഡ്നെസ് പോലെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാ ഡയറക്ഷനും ഒരേപോലെയാണ്. കാരണം എല്ലാ ഡയറക്ഷനിലും പാർട്ടിക്കിൾസിന് അറേഞ്ച്മെന്റ് ഇറഗുലർ ആണ്. ഇറഗുലാരിറ്റീസ് എല്ലാ ഡയറക്ഷനും ഉള്ളത് കൊണ്ട് തന്നെ അമോർഫസ് സോളിഡ്സിന്റെ ഈ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഒരേപോലെ ആയിരിക്കും. ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവലന്റ് സോളിഡ്സ്. And this classification based on nature of building particles. മോളിക്യൂളുകൾ ചേർന്നാണ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ മോളിക്കുലാർ സോളിഡ് എന്ന് വിളിക്കും. അയോണുകളാണ് ബിൽഡിംഗ് പാർട്ടിക്കിൾസ് എങ്കിൽ അതിന് അയോണിക് സോളിഡ്സ് എന്നും, മെറ്റൽ ആറ്റങ്ങൾ ചേർന്നാണ് ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ മെറ്റാലിക് സോളിഡ് എന്നും, ആറ്റങ്ങൾ ചേർന്നാണ് ഒരു ക്രിസ്റ്റൽ ഉണ്ടായിരിക്കുന്നത് എങ്കിൽ അതിനെ കോവലന്റ് സോളിഡ്സ് എന്ന് വിളിക്കും. അപ്പം ബിൽഡിംഗ് പാർട്ടിക്കിൾസിൻ്റെ വ്യത്യാസം കൊണ്ടാണ് 4 തരത്തിലുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഫോം ചെയ്യുക. ഏതൊക്കെയാണ്? മോളിക്കുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവലന്റ് സോളിഡ്സ്. Molecular solids are again divided into 3 types: non-polar molecular solids, polar molecular solids and hydrogen bonded molecular solids. Non-polar, polar and hydrogen bonded molecular solids. ഈ 3 സ്ഥലത്തും ബിൽഡിംഗ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് തന്നെയാണ്. In non-polar molecular solids, building particles are non-polar molecules. For example, solid hydrogen, സോളിഡ് ക്ലോറിൻ, ഇതിനകത്തൊക്കെ ബിൽഡിംഗ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. H2Cl2 എന്നൊക്കെ പറയുന്നത് നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. അവിടെയുള്ള H2 മോളിക്യൂളിനകത്ത് HH ബോണ്ട് നോൺ പോളാർ ബോണ്ടാണ്.
അങ്ങനെ നോൺ പോളാർ മോളിക്യൂളുകൾ ചേർന്നാണ് ഒരു ക്രിസ്റ്റൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അതിനെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ടൈപ്പാണ് പോളാർ മോളിക്കുലാർ സോളിഡ്സ്. ഫോർ എക്സാമ്പിൾ HCl. HClനകത്ത് ബിൽഡിംഗ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് HCl പോളാർ മോളിക്യൂൾസ് ആണ്. And these polar molecules are joined together by dipole-dipole interaction. Polar molecular solutions intermolecular force dipole-dipole interaction. മൂന്നാമത്തെ ടൈപ്പ് മോളിക്കുലാർ സോളിഡ് ആണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് മോളിക്യൂളുകളാണ്. ആ മോളിക്യൂളുകളെ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഇന്റർമോളിക്കുലാർ ഫോഴ്സ് intermolecular hydrogen bonding ആണ്. ഫോർ എക്സാമ്പിൾ ഐസിനകത്ത് ബിൽഡിംഗ് പാർട്ടിക്കിൾസ് വാട്ടർ മോളിക്യൂൾസ് ആണ്, വിച്ച് ആർ ജോയിൻഡ് ടുഗദർ ബൈ intermolecular hydrogen bonds. That means molecular solids are subdivided into three: non-polar molecular solids, polar molecular solids, and hydrogen bonded molecular solids. In non-polar molecular solids, building particles are non-polar molecules. In polar molecular solids, building particles are polar molecules. In hydrogen bonded molecular solids, building particles are molecules which are held together by intermolecular hydrogen bonds. Second type of crystalline solid is that ionic solids. In ionic solids, constant particles are positive and negative ions. പോസിറ്റീവ് കാറ്റയോണുകളും നെഗറ്റീവ് ചാർജുള്ള ആനയോണുകളും ബിൽഡിംഗ് പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് അയോണിക് സോളിഡ്സ്. മൂന്നാമത്തെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിനകത്ത് ബിൽഡിംഗ് പാർട്ടിക്കിൾസ് മെറ്റൽ ആറ്റങ്ങളാണ്, which are arranged in a sea of electrons. മെറ്റൽ ആറ്റങ്ങളാണ് ബിൽഡിംഗ് പാർട്ടിക്കിൾസ് എങ്കിൽ അതിനെ മെറ്റാലിക് സോളിഡ്സ് എന്ന് വിളിക്കാം. മെറ്റൽ ആറ്റങ്ങളിൽ അവിടെയുള്ള ഇന്റർ പാർട്ടിക്കിൾ ഫോഴ്സ് മെറ്റാലിക് ബോണ്ടാണ്, മെറ്റാലിക് ബോണ്ട്. നാലാമത്തെ ടൈപ്പാണ് കോവലന്റ് സോളിഡ്സ്. കോവലന്റ് സോളിഡിനകത്ത് ബിൽഡിംഗ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്, ആറ്റങ്ങൾ ചേർന്നാണ് കോവലന്റ് സോളിഡ് ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഇതിനകത്തെല്ലാം ബിൽഡിംഗ് പാർട്ടിക്കിൾസ് ആരാണ്? കാർബൺ ആറ്റങ്ങളാണ്. ഈ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ബോണ്ട് എന്നതാ? കോവലന്റ് ബോണ്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽസ്. ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽസ്. Crystal lattices are the three-dimensional arrangements of constituent particles in space. ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പാർട്ടിക്കിൾസ്, അത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം, മെറ്റാലിക് ആറ്റംസ് ആവാം. ഒരു ക്രിസ്റ്റൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ബിൽഡിംഗ് പാർട്ടിക്കിൾസ് ത്രീ ഡയമെൻഷനലായിട്ട് എവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റീസ്. ക്രിസ്റ്റൽ ലാറ്റീസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റീസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെ പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ ഈസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റീസ്. യൂണിറ്റ് സെൽ ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് പാർട്ട് ഓഫ് എ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ ലാറ്റീസിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിന് പറയുന്ന പേരാണ് യൂണിറ്റ് സെൽ. നിങ്ങൾ ചീട്ട് കൊട്ടാരം കണ്ടിട്ടുണ്ടാവും. ചീട്ട് ഉപയോഗിച്ച് കൊട്ടാരം ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചീട്ട എന്ന് പറയുന്നതാണ് യൂണിറ്റ് സെൽ. ചീട്ടുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആ വലിയ കൊട്ടാരമാണ് സ്പേസ് ലാറ്റീസ്. അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഭിത്തി ഒരു സ്പേസ് ലാറ്റീസ് ആണെങ്കിൽ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റായ ബ്രിക്സ് ആണ് അതിൻ്റെ യൂണിറ്റ് സെൽ. ഒരു ആക്ച്വൽ ക്രിസ്റ്റലിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ആ അറേഞ്ച്മെന്റിനെ ക്രിസ്റ്റൽ ലാറ്റീസ് എന്ന് വിളിക്കാം. ക്രിസ്റ്റൽ ലാറ്റീസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ യൂണിറ്റിനെ യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. യൂണിറ്റ് സെൽസ് ആർ ഓഫ് ടു ടൈപ്സ്: പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് ആൻഡ് സെന്റേഡ്. In primitive unit cell, constituent particles only present at the corners. കോർണറുകളിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഉള്ളതെങ്കിൽ, ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണറുകളിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഉള്ളത് എങ്കിൽ അതിനെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. In centered unit cell, in addition to the corner particles, there are some particles at the centers.
കോർണറിനെ കൂടാതെ യൂണിറ്റ് സെല്ലിന്റെ കോർണറിനെ കൂടാതെ സെന്ററുകളിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ സെന്റേഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. സെന്റേഡ് യൂണിറ്റ് സെല്ലിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. 3 തരത്തിലുള്ള സെന്റേഡ് യൂണിറ്റ് സെല്ലുകളുണ്ട്. ഒന്ന് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ, രണ്ടാമത്തത് ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ, ആൻഡ് തേർഡ് വൺ ഈസ് എൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽ. ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ, ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ ആൻഡ് എൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽ. എന്താണ് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ എന്ന് വെച്ചാൽ, ഇൻ ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ പാർട്ടിക്കിൾസ് പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദി ഫേസ് സെന്റേഴ്സ്. കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, ഈ പിക്ചറിൽ കാണാം. കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. കോർണറിനെ കൂടാതെ എല്ലാ ഫേസിന്റെയും സെന്ററിൽ കൂടെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെല്ലാണ്. ഒരു യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് ക്യൂബിന്റെ ആണ് എങ്കിൽ ആ ക്യൂബിന്റെ 8 കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ക്യൂബിന്റെ 6 ഫേസിന്റെയും സെന്ററിലൂടെയും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ഫേസ് സെന്റേഡ് ആണ്. രണ്ടാമത്തെ ടൈപ്പാണ് ബോഡി സെന്റേഡ്. ഇൻ ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ പാർട്ടിക്കിൾസ് പ്രസന്റ് അറ്റ് ദി കോർണേഴ്സ് ആസ് വെൽ ആസ് അറ്റ് ദി ബോഡി സെന്റർ. കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്, ബോഡി സെന്ററിലും പാർട്ടിക്കിൾ. അങ്ങനെയെങ്കിൽ അത് ബോഡി സെന്റേഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് ക്യൂബ് ആണ് എങ്കിൽ ക്യൂബിന്റെ 8 കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്, കൂടാതെ ആ ക്യൂബിന്റെ എക്സാക്ട് സെന്ററിലും ഒരു പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ അത് ബോഡി സെന്റേഡ് യൂണിറ്റ് സെല്ലാണ്. മൂന്നാമത്തെ സെന്റേഡ് യൂണിറ്റ് സെല്ലാണ് എൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽ. In end centered unit cell, particles present at the corners as well as at the 2 opposite face centers. കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, കൂടാതെ 2 ഓപ്പോസിറ്റ് ഫേസ് സെന്ററുകളിലും പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ അത് എൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽ ആയി. അപ്പോൾ യൂണിറ്റ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പ്രിമിറ്റീവ് എന്നും സെന്റേഡ് എന്നും. പ്രിമിറ്റീവിന്റെ പ്രത്യേകത യൂണിറ്റ് സെല്ലിന്റെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. സെന്റേഡ് എന്ന് വെച്ചാൽ കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, കൂടാതെ സെന്ററുകളിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊക്കെ സെന്ററുകളാവാം? ഫേസ് സെന്ററുകളിൽ പാർട്ടിക്കിൾസ് വരുവാണെങ്കിൽ, കോർണറിനെ കൂടാതെ ഫേസ് സെന്ററിലും പാർട്ടിക്കിൾസ് വരുവാണെങ്കിൽ അത് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെല്ലായി. കോർണറിനെ കൂടാതെ ആ യൂണിറ്റ് സെല്ലിന്റെ ബോഡി സെന്ററിലും പാർട്ടിക്കിൾ വന്നാൽ അത് ബോഡി സെന്റേഡായി. കോർണറിനെ കൂടാതെ കോർണറിനെ 2 ഓപ്പോസിറ്റ് ഫേസ് സെന്ററുകളിലും പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ അത് എൻഡ് സെന്റേഡായി. ഒരു യൂണിറ്റ് സെല്ലിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, യൂണിറ്റ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 6 തരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഉപയോഗിക്കും. ലെന്തിനെ A എന്ന ലെറ്റർ ഉപയോഗിച്ചും, ബ്രെഡ്ത്ത് B എന്ന ലെറ്റർ ഉപയോഗിച്ചും, തിക്നെസ് C എന്ന ലെറ്റർ ഉപയോഗിച്ചും. ഇവരെല്ലാം ബൈസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ. ABC റിലേഷനും ആംഗിൾസ് ആയ ആൽഫ, ബീറ്റ, ഗാമ, ഈ 6 പാരാമീറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ, ഇവർ തമ്മിലുള്ള റിലേഷന്റെ അടിസ്ഥാനത്തിൽ there are 7 type of crystal systems are possible. 7 type of crystal systems are possible. എങ്ങനെ ഉണ്ടാകുക? എയും ബിയും സിയും ആൽഫ, ബീറ്റ, ഗാമ റിലേഷൻ എങ്ങനെയാണെന്നാണ് നമുക്കറിയാം. ക്യൂബിന്റെ പ്രത്യേകത എന്താണ്? ക്യൂബിന്റെ എല്ലാ എഡ്ജസിനും ഒരേ നീളമാണ്. എഡ്ജ് ലെൻസ് ആർ ഈക്വൽ ഇൻ ക്യൂബ്. എല്ലാ ബോണ്ട് ആംഗിൾസും 90 ഡിഗ്രിയാണ്. എഡ്ജ് ലെങ്ത് എല്ലാം ഒരേപോലെ ആകുകയും ബോണ്ട് ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആകുകയും ചെയ്താൽ അത് ക്യൂബായി. അവിടുത്തെ ഈ പാരാമീറ്റേഴ്സിന്റെ റിലേഷൻ എങ്ങനെയാണ്? A = B = C. ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് എല്ലാം ഒരേപോലെയാണ്. ആംഗിൾസ് ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് ക്യൂബായി. അപ്പോൾ ABC ആൽഫ, ബീറ്റ, ഗാമ റിലേഷൻ അടിസ്ഥാനത്തിൽ 7 തരത്തിലുള്ള ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. നമ്മൾ പിക്ചർ കാണുന്ന പോലെ ഒന്നാമത്തെ ക്യൂബ്, ടെട്രഗണൽ, ഹെക്സഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. ഇങ്ങനെ 7 തരത്തിലുള്ള സിസ്റ്റംസ്, ക്രിസ്റ്റൽ സിസ്റ്റംസ് 7 ക്യൂബ്, ടെട്രഗണൽ, ഹെക്സഗണൽ, ഓർത്തോറോംബിക്, റോംബോഹെഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. അത് ഓർത്തു വെക്കാനായിട്ട് എളുപ്പമുള്ള 3 ഒന്ന് ക്യൂബ്, A = B = C, ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. രണ്ടാമത്തെ ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള ഒന്നാണ് ഓർത്തോറോംബിക്. മാച്ച് ബോക്സിന്റെ ഷേപ്പാണ് ഓർത്തോറോംബിക്കിനുള്ളത്. തീപ്പെട്ടിയുടെ ആകൃതി. തീപ്പെട്ടിയുടെ പ്രത്യേകത എന്താ? നീളം കൂടുതലാണ്, വീതി അതിനേക്കാൾ കുറവാണ്, തിക്നെസ് അതിനേക്കാൾ കുറവാണ്. A is not equal to B is not equal to C.
എന്നാൽ ബോണ്ട് ആംഗിൾസ് എല്ലാം ഒരേപോലെയാണ്. ആൽഫ ഇസിക്കൽ ടു ബീറ്റ ഇസിക്കൽ ടു ഗാമ ഇസിക്കൽ ടു 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് ഓർത്തോറോംബിക് ആയി. ഏറ്റവും സിമെട്രി കുറവുള്ള എല്ലാം അൺഈക്വൽ ആയിട്ട് വരുന്ന ഒരു സിസ്റ്റമാണ് ട്രൈക്ലിനേജ്. എ നോട്ട് ഇസിക്കൽ ടു ബി നോട്ട് ഇസിക്കൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് ട്രൈക്ലിനിക് സിസ്റ്റമാണ്. ഇതിൽ തന്നെ ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് 14 തരത്തിൽ എക്സിസ്റ്റ് ചെയ്യും. 14 തരത്തിൽ. There are 14 types of lattices possible in 7 crystal systems. They are known as Bravais lattices. നമുക്ക് പിക്ചറിൽ കാണുന്നത് പോലെ ഓരോ ജോമെട്രിയും ക്യൂബ് എന്ന് പറയുന്ന ജോമെട്രി തന്നെ 3 എണ്ണം ഉണ്ട്. ക്യൂബിന്റെ കോർണറുകളിൽ മാത്രം പാർട്ടിക്കിൾസ് വരുന്ന പ്രിമിറ്റീവ്, ക്യൂബിന്റെ കോർണറിനെ കൂടാതെ ബോഡി സെന്ററിൽ പാർട്ടിക്കിൾസ് വരുന്ന ബോഡി സെന്റേർഡ് ക്യൂബിക്, കോർണറിനെ കൂടാതെ എല്ലാ ഫേസ് സെന്ററിലും പാർട്ടിക്കിൾസ് വരുന്ന ഫേസ് സെന്റേർഡ് ക്യൂബിക്. അപ്പൊ ക്യൂബ് തന്നെ 3 തരത്തിലുണ്ട്. അങ്ങനെ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് 14 തരത്തിൽ എക്സിസ്റ്റ് ചെയ്യും. ഈ 14 തരത്തിലുള്ള അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ബ്രേവീസ് ലാറ്റീസസ്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യൂബിന്റെ 3 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ്: സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റർഡ് ക്യൂബിക് ആൻഡ് ഫേസ് സെന്റേർഡ് ക്യൂബിക്. സിമ്പിൾ ക്യൂബിക് എന്ന് പറയുന്ന പ്രിമിറ്റീവ് ക്യൂബ് എന്ന് പറയുന്ന പേരാണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ പ്രത്യേകത എന്താ? അല്ലെ പ്രിമിറ്റീവ് ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? ക്യൂബിന്റെ കോർണറുകളിൽ മാത്രം പാർട്ടിക്കിൾസ് വന്നാൽ അത് സിമ്പിൾ ക്യൂബിക്. കോർണറിനെ കൂടാതെ ബോഡി സെന്ററിലും പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ അത് ബോഡി സെന്റേർഡ് ക്യൂബിക്കായി BCC എന്ന് പറയാം. കോർണറിനെ കൂടാതെ ഫേസ് സെന്ററുകളിൽ പാർട്ടിക്കിൾസ് വന്നാൽ അത് ഫേസ് സെന്റേർഡ് ക്യൂബിക്കായി FCC.